എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ സാധാരണയായി നമുക്ക് അനുഭവമുള്ള അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടെങ്കിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കണ്ണുകളും കവിളുകളും പുരികങ്ങളും തുടിക്കുന്ന ലക്ഷണങ്ങളും. അങ്ങനെ സംഭവിച്ചാലുള്ള അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ ഇന്ന് നോക്കുന്നത്. ഇതിൽ തന്നെ പുരുഷൻ്റെ കണ്ണുകൾ തുടിക്കുന്നതും സ്ത്രീകളുടെ കണ്ണുകൾ തുടിക്കുന്നതും സംബന്ധിച്ച് നിമിത്തശാസ്ത്രത്തിൽ ചില സൂചനകളും അതിനുള്ള നിർവചനങ്ങളും തരുന്നുണ്ട്. നിമിത്തശാസ്ത്രം എന്നത് പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു ഭാവി പ്രവചന രീതിയാണ്. ഇത് ഭാരതീയ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാഖയാണ്. സാമുദ്രിക ശാസ്ത്ര ശാഖയിലാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒരു വ്യക്തിക്ക് ശരീരത്തിലുണ്ടാകുന്ന ചില തുടിപ്പുകൾ, അടയാളങ്ങൾ എന്നിവ ലക്ഷണങ്ങളും നിമിത്തങ്ങളുമായി കണ്ട് അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നിർവചിക്കുന്ന ഒരു പ്രാചീന പരമ്പരാഗതമായ രീതിയാണിത്. ആധുനിക ശാസ്ത്ര സാങ്കേതികതയുടെ ഈ കാലത്തും പലരും ഇത് വിശ്വസിച്ചു പോരുന്നുണ്ട്. ചിലർ ഇതിനെ അന്ധവിശ്വാസങ്ങളെന്നും പറയുന്നുണ്ട്. എങ്കിലും നിമിത്തശാസ്ത്രവും ഹസ്തരേഖാശാസ്ത്രവും ലക്ഷണശാസ്ത്രവുമൊക്കെ ഭാരതീയ ജ്യോതിഷത്തിൻ്റെ ഭാഗം തന്നെയാണ്. വയലാർ രാമവർമ്മ എഴുതിയ നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോ എന്ന പാട്ട് ഓർമ്മയില്ലേ? കല്യാണി കളവാണി ചൊല്ലമ്മനി ചൊല്ലി എന്ന പാട്ടിൻ്റെ അനുപലവിയായി വരുന്ന വരികളാണത്. കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് നിമിത്തശാസ്ത്രത്തിലെ പുരികം തുടിക്കുന്ന കാര്യം തന്നെയാണെന്ന് പറയാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒരാളുടെ നെറ്റിത്തടം അകാരണമായി തുടിക്കുകയാണെങ്കിൽ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ വളരെ ശുഭകരമായ ഒരു ലക്ഷണമായാണ് അതിനെ കാണുന്നത്. കിരീടധാരണത്തിനുള്ള ലക്ഷണമായി പ്രാചീന കാലത്ത് അതിനെ കണ്ടിരുന്നു. രാജയോഗ-തുല്യമായ ഫലങ്ങളാണ് അത് തരുന്നതെന്ന് സാരം. അടുത്തതായി, ഒരു പുരുഷൻ്റെ വലത് പുരികമാണ് തുടിക്കുന്നതെങ്കിൽ കാമുകീ സമാഗമവും കർമ്മവിജയവും ഇഷ്ടജനസംഗമവും ബന്ധുജനപ്രീതിയുമാണ് ഫലം. ഇനി അത് സ്ത്രീയുടെ ഇടതുപുരികമാണ് തുടിക്കുന്നതെങ്കിൽ കാമുക സമാഗമവും ഇഷ്ടജനപ്രീതിയും ഐശ്വര്യവും ബന്ധുസമാഗമവും ആണ് ഫലം. ശുഭസൂചകമായ ഫലങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനി പുരുഷൻ്റെ ഇടതുപുരികവും സ്ത്രീയുടെ വലതുപുരികവുമാണ് തുടിക്കുന്നതെങ്കിൽ നിമിത്തശാസ്ത്രപ്രകാരം അശുഭകരമായ ലക്ഷണമായാണ് അതിനെ കാണുന്നത്. അശുഭകരമായ കാഴ്ചകളും ശത്രുക്കളുമായുള്ള തർക്കങ്ങളും ഇഷ്ടജനങ്ങളുടെ അപ്രീതിയും ഫലമാണ്. അടുത്തതായി, പുരുഷൻ്റെ കണ്ണുകൾ തുടിക്കുന്നതും സ്ത്രീയുടെ കണ്ണുകൾ തുടിക്കുന്നതും നിമിത്തശാസ്ത്രത്തിലെ സൂചനകൾ എന്താണെന്ന് നോക്കാം. പുരുഷൻ്റെ വലത് കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ വളരെ നാളായി മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആഗ്രഹം നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയും ഭാഗ്യാനുഭവത്തിൻ്റെ സൂചനയും പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുവാനും ഇഷ്ട ഭക്ഷണയോഗവും വരാനിരുന്ന ഏതോ അപകടം വഴിമാറിപ്പോയതിൻ്റെ സൂചനയായും പറയുന്നുണ്ട്. പൊതുവിൽ പുരുഷൻ്റെ വലത്തെ കണ്ണ് തുടിക്കുന്നത് ശുഭസൂചകമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് സാരം. ഇനി പുരുഷൻ്റെ ഇടത് കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ അത് ദുസ്സൂചനയായാണ് നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോരുന്നത്. യാത്രാക്ലേശങ്ങളും അലച്ചിലും സാമ്പത്തിക നഷ്ടങ്ങളും ബന്ധുമരണവും അപ്രതീക്ഷിത കലഹങ്ങളും വ്യവഹാരങ്ങളും ഇതിൻ്റെ ഫലങ്ങളാണ്. ഇനി സ്ത്രീയുടെ ഇടത് കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ കൈവരും എന്നാണ് വിശ്വാസം. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ, ഇഷ്ടജനസമ്പർക്കം, സന്തോഷകരമായ കാര്യങ്ങൾ കാണാൻ ഇടവരും, സന്താനങ്ങൾക്ക് ഉന്നത വിജയം, ഇവയൊക്കെയാണ് ഫലം. ഇനി സ്ത്രീകളുടെ വലത് കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ അത് ശാരീരികമായ അസുഖങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അശുഭകരമായ ലക്ഷണമായാണ് ഇത് സ്ത്രീകൾക്ക് വരുന്നത്. നമ്മൾ പലപ്പോഴും കണ്ണുകൾ തുടിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ടാവില്ല. എന്നാൽ അതിനുശേഷം നടക്കുന്ന ശുഭ അശുഭ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയൊരു ലക്ഷണം മുന്നേ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുന്നത്. ഇത് ഓരോന്നും വ്യക്തി കേന്ദ്രീകൃതമായതിനാൽ മറ്റൊരാൾക്ക് ചൂണ്ടിക്കാണിച്ച് തരുവാനും കഴിയില്ല. സ്വയം മനസ്സിലാക്കിയെടുക്കേണ്ട ലക്ഷണങ്ങളായാണ് നിമിത്തശാസ്ത്രത്തിൽ ഇതിനെ പ്രതിപാദിച്ചിട്ടുള്ളത്. പുരുഷന്മാരുടെ വലത് പുരികവും കൺപോളകളും ഒരേ സമയം തുടിക്കുന്നത് കാമുകീ സംഗമവും മൈഥുനവുമാണ് ഫലം. ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ വരുന്നത് ഇടത്തെ പുരികവും ഇടത്ത് കൺപോളകളും ഒരുമിച്ച് തുടിക്കുന്നതാണ്. പെൺകുട്ടികൾക്ക്
തുടർച്ചയായി ഇടം കണ്ണ് തുടിക്കുന്നത് ഇഷ്ടവിവാഹം ഉടൻ നടക്കും എന്നതിൻ്റെ ലക്ഷണമായാണ് പറയുന്നത്. ഇഷ്ടജന സമാഗമവും ആഗ്രഹ സഫലീകരണവും ഇതിൻ്റെ ഫലങ്ങളായി പറയുന്നുണ്ട്. പെൺകുട്ടികളുടെ വലത് കണ്ണാണ് തുടർച്ചയായി തുടിക്കുന്നതെങ്കിൽ ബന്ധുകലഹവും ബന്ധുമരണവും വലിയ ദുഃഖവാർത്തയും വൈധവ്യവും ഫലമായി പറയുന്നുണ്ട്. എല്ലാം കാണുന്ന കണ്ണിന് വരാനിരിക്കുന്നത് അറിയുവാനുള്ള കഴിവുണ്ടെന്നും അത് ചില ലക്ഷണങ്ങളിലൂടെ കാണിച്ചു തരുന്നു എന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഇനി പുരുഷൻ്റെ വലത് കവിളും സ്ത്രീയുടെ ഇടത് കവിളും തുടിക്കുന്നത് ദാമ്പത്യ സുഖത്തെ, പ്രണയ സാഫല്യം, പ്രണയം മുട്ടിടാൻ പോകുന്നതിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് ഒരാളെ കണ്ടുമുട്ടാൻ പോകുന്നതിൻ്റെയൊക്കെ ലക്ഷണമായാണ് പറയുന്നത്. ഇനി ഇത് പുരുഷൻ്റെ ഇടത് കവിളും സ്ത്രീയുടെ വലത് കവിളുമാണ് തുടിക്കുന്നതെങ്കിൽ ദാമ്പത്യ കലഹവും പ്രണയനഷ്ടവും ഭാഗ്യഹാനിയും ഫലമായി വരുന്നുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ കീഴ്ചുണ്ടുകൾ തുടിക്കുന്നത് ഇഷ്ട ഭക്ഷണയോഗവും ഇഷ്ട സംസാര യോഗവും പഴയ സുഹൃത്തുക്കളെയോ ദൂരെയുള്ള സുഹൃത്തുക്കളെയോ കണ്ടുമുട്ടാൻ യോഗമുള്ളതിൻ്റെയും ലക്ഷണങ്ങളാണ്. ഇനി മേൽചുണ്ടാണ് തുടിക്കുന്നതെങ്കിൽ കാര്യവിജയം ഉണ്ടാവും എന്നതാണ്. ഏത് പ്രയത്നത്തിലാണോ ഇടപെട്ടത് അതിൽ വിജയം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണമാണ്. ഇനി എപ്പോഴായിരിക്കും ഇതിൻ്റെ ഫലങ്ങൾ അനുഭവവേദ്യമാകുക എന്നും ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ലക്ഷണമുണ്ടായി 60 നാഴിക കഴിഞ്ഞുള്ള ഏത് സമയത്തും ഇത് അനുഭവിക്കുവാൻ കഴിയും. 60 നാഴിക എന്ന് പറയുന്നത് ഒരു ദിവസമാണ്. സാമുദ്രിക ലക്ഷണശാസ്ത്രത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഉള്ളത്. സാധാരണയായി നമ്മൾ പെട്ടെന്ന് അനുഭവിച്ചറിയുന്നത് കണ്ണുകളുടെയും കൺപോളകളുടെയും തുടിപ്പുകൾ തന്നെയാണ്. അതിൻ്റെ ഫലങ്ങളും പൊതുവെ അംഗീകരിക്കപ്പെട്ടതും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളതുമായിരിക്കും. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതും ലക്ഷണശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ഇവയൊക്കെ. ഈ ലക്ഷണങ്ങളുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫലങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും അതുവഴി ജീവിത രീതി മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നു തന്നെയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ജ്യോതിഷ സംബന്ധമായ ഒരുപാട് വിവരങ്ങൾ ഇനിയും ഈ ചാനലിലൂടെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. नजर